തൃശ്ശൂരിലെ വടക്ക് കിഴക്കൻ മേഖല കരിഞ്ഞുണങ്ങുകയാണ്. വനപ്രദേശത്തെ പച്ചപ്പ് കാണാതായി. പലയിടത്തും കാട്ടുതീ പടർന്നു പിടിക്കാൻ തുടങ്ങി. ഞാൻ ഈ നിൽക്കുന്ന ചേലക്കോട് ഇപ്പോൾ സമയം 11 മണി. ഇവിടുത്തെ താപനില 39 ഡിഗ്രി സെൽഷ്യസ്. രാവിലെ തന്നെ ചൂട് 38 ഡിഗ്രി സെൽഷ്യസിലേക്ക് എടുക്കുമ്പോൾ ഉച്ചയ്ക്ക് 40ഓളം എത്തുന്നു. പ്രകൃതിക്ക് താങ്ങാവുന്നതിനപ്പുറമായി തുടങ്ങി. മരങ്ങൾ ഇലപൊഴിച്ച് സ്വയം പ്രതിരോധം തീർക്കുകയാണ്. ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾക്ക് താഴെ ഉണങ്ങിയ അടിക്കാട്. ചെറിയൊരു തീപ്പൊരി മതി ഒരു പ്രദേശമാകെ കത്തിയമരാൻ. എപ്പോൾ വേണമെങ്കിലും അത് സംഭവിക്കാം. പ്രതിരോധിക്കാൻ തങ്ങൾക്ക് മാത്രം കഴിയില്ല എന്ന് പറയുന്നു വനം വകുപ്പ്. മുൻ വർഷങ്ങളിൽ ഏക്കർ കണക്കിന് വനപ്രദേശം കത്തി നശിച്ചിട്ടുണ്ട്. ഉയർന്ന താപനിലയിൽ പടർന്നു പിടിക്കുന്ന തീ നിയന്ത്രിക്കാൻ കഴിയാതെ പലപ്പോഴും നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. തീ ഇങ്ങനെ കയറാനുള്ള സീസണായിട്ടില്ല. ഈ മാർച്ചാണ്. അപ്പോൾ മാർച്ചായി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ആയിട്ട് തുടങ്ങിയേക്കും. ഈ പൂരങ്ങൾ വരുമ്പോഴാണ് കൂടുതലും സംഭവിക്കുന്നത്. അന്യനാട്ടുകാർ വരും, അവർ വെള്ളമടിക്കും, അവർ സെസറ് വലിക്കും, അവർ തീയിടും, അവരവരെ പണി നോക്കി പോകും. പിന്നെ ബുദ്ധിമുട്ടുന്നത് ഞങ്ങളെ പോലുള്ള വാച്ചർമാർ. വനത്തിനോട് ചേർന്ന് താമസിക്കുന്നവർ വന്യമൃഗങ്ങളെ മാത്രമല്ല ഇപ്പോൾ ഭയക്കേണ്ടത്, കാട്ടുതീയും അവരുടെ ഉറക്കം കെടുത്തുന്നു. ആൾക്കാരൊക്കെ പറ്റുന്നവരൊക്കെ കൊടുത്തു പോകും. അപ്പം നമ്മളിപ്പം നിലനിൽക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാം ഉള്ളത് കൊണ്ട് അതിൽ പിടിച്ചു നിൽക്കുക. കൃഷി കൊണ്ടൊരു കാര്യമില്ല, ഭാരമാണ്. ഫയർ ലൈനുകൾ വെട്ടി കാട്ടുതീയെ പ്രതിരോധിക്കാൻ മുൻ വർഷങ്ങളെല്ലാം കർമ്മപദ്ധതികൾ തയ്യാറാക്കിയിരുന്നു. എന്നാൽ ഇപ്പോൾ പണമില്ലാത്തതിനാൽ അതും നടക്കുന്നില്ല. ഒരു 5 വർഷം മുന്നേ വരേക്ക് കാലാകാലങ്ങളായിട്ട് ഫയർ ലൈൻ 4 വശം ഫോറസ്റ്റിൻ്റെ എടുക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ച് വർഷങ്ങളായിട്ട് അവർ ഫണ്ടില്ലെന്ന് പറഞ്ഞിട്ട് ഫയർ ലൈൻ എടുക്കുന്നില്ല. കഴിഞ്ഞ വർഷം കാട്ടുതീ പടർന്നു. ഈ വർഷം ഇനിയിപ്പോൾ പേടി എങ്ങനെയാണ്? കാട്ടുതീൻ്റെ ഒരു ഭയത്തിൽ തന്നെയാണ് നാട്ടുകാർ നടക്കുന്നത്. താപനില വർദ്ധിക്കുമ്പോൾ മനുഷ്യനെയും പ്രകൃതിയെയും എത്രത്തോളം അത് ബാധിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടം. മാതൃഭൂമി ന്യൂസ്, തൃശ്ശൂർ.